Hi, I am Rogis Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2023 മെഡിക്കൽ സെക്ടറിലെ ഏറ്റവും പ്രാധാന്യമുള്ള എക്സാമിനേഷൻ നീറ്റ് എക്സാമിനേഷൻ. നീറ്റ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് 2023ലും NDA തന്നെയാണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെയാണ്. 2024ൽ പുതിയ സജഷൻസോട് കൂടി NTA നിന്നും മാറി NMC നാഷണൽ മെഡിക്കൽ കൗൺസിൽ നീറ്റ് UG എക്സാമിനേഷൻ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ നടത്തുന്നതിനെക്കുറിച്ച് സെൻട്രൽ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നു. 2023ലും നീറ്റിൻ്റെ PG എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് NMC തന്നെയാണ്. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ നീറ്റിൻ്റെ UG എക്സാമിനേഷൻ NMC നടത്തുന്നതിലേക്ക് മാറാനുള്ള ആലോചനകളാണ് ഇപ്പം നടത്തുന്നത്. പക്ഷേ 2023ലെ നീറ്റ് എക്സാമിനേഷൻ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ NTA തന്നെയാണ് ഈ വർഷവും കണ്ടക്ട് ചെയ്യുക. ഓഫ്ലൈൻ എക്സാമിനേഷൻ തന്നെയായിട്ടാണ് ഈ വർഷവും അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഈ നീറ്റ് എക്സാമിനേഷന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. ഈ മാർച്ച് 5-ാം തീയതി മുതൽ NTAയുടെ വെബ്സൈറ്റിലൂടെ 2023 നീറ്റ് എക്സാമിനേഷൻ എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആസ്പിരൻസും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. നമുക്കറിയാം, നീറ്റ് എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് MBBSൻ്റെയും BDSൻ്റെയും ഓൾ ഇന്ത്യ ലെവലിലുള്ള മുഴുവൻ കോളേജുകളുടെയും, മുഴുവൻ മെഡിക്കൽ കോളേജുകളുടെയും ഡെൻ്റൽ കോളേജുകളുടെയും 15% സീറ്റിലേക്ക് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റിലൂടെയും, അതുപോലെ തന്നെ സ്റ്റേറ്റ് വൈസ് വരുന്ന MBBSൻ്റെയും BDSൻ്റെയും ബാക്കി വരുന്ന 85% സീറ്റും, ബാക്കി വരുന്ന കോഴ്സുകളായ ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, ബയോടെക്നോളജി, പൊല്യൂഷൻ ആൻഡ് എൻവിറോൺമെൻറ്റ് സയൻസ്, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ഇതേപോലുള്ള മുഴുവൻ കോഴ്സുകളിലേക്കും സീറ്റുകളിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നാം നീറ്റ് എക്സാമിനേഷൻ എഴുതേണ്ടത്. ഇതിനായി നാം പഠിക്കേണ്ടതോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റുകൾ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ 11ലെയും 12ലെയും പോർഷൻസ് മാത്രം. നാം ഈ നീറ്റ് എക്സാമിനേഷനിലൂടെ അഡ്മിഷൻ കിട്ടുന്ന ഈ കോഴ്സുകൾ കാണുമ്പോൾ ഇതിൽ ഒരു കോഴ്സാണ് അഗ്രികൾച്ചർ കോഴ്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം വരെ ഓൾ ഇന്ത്യയിലുള്ള മുഴുവൻ യൂണിവേഴ്സിറ്റികളുടെയും അഗ്രികൾച്ചർ കോഴ്സിൽ വരുന്ന 11 ഡിഫറെൻറ്റ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് ICAR എന്നൊരു എക്സാമിനേഷനിലൂടെ, NDA തന്നെ കണ്ടക്ട് ചെയ്യുന്ന ICAR എക്സാമിനേഷനിലൂടെ ആയിരുന്നു. പക്ഷേ ഈ 2023ൽ ICAR എന്നൊരു എക്സാമിനേഷൻ ഇല്ല. പകരം NTA തന്നെ നടത്തുന്ന മറ്റൊരു എക്സാമിനേഷൻ, ആ എക്സാമിനേഷനാണ് CUET എക്സാമിനേഷൻ, സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഈ എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് വേണം നാം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളുടെ 11 വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് നാം എലിജിബിലിറ്റി നേടിയെടുക്കാൻ. ഈ CUET എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഫെബ്രുവരി 9-ാം തീയതി മുതൽ മാർച്ച് 12-ാം തീയതി വരെയുള്ള സമയത്തിന് ഇടയ്ക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആസ്പിരൻസും മെഡിക്കൽ സെക്ടർ പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു കോഴ്സായ അഗ്രികൾച്ചർ കോഴ്സിന് ഒരു അഡ്മിഷൻ ലഭിക്കുവാൻ നീറ്റ് എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് പോലെ അഗ്രികൾച്ചർ കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുവാൻ CUET എൻട്രൻസ് എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഏറ്റവും മികച്ച ഒരു റാങ്കിലൂടെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ, മെഡിക്കൽ കോളേജുകളിൽ, ഡെൻ്റൽ കോളേജുകളിൽ, അതുപോലെ വരുന്ന അലൈഡ് കോഴ്സുകളിലേക്ക് ഓൾ ഇന്ത്യ ലെവലിലും സ്റ്റേറ്റ് വൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കീം എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാതെ കീമിൽ എലിജിബിലിറ്റി നേടി നമുക്ക് കേരളത്തിലുള്ള മെഡിക്കൽ സെക്ടറിലെ മുഴുവൻ കോഴ്സുകളിലേക്കും അഗ്രികൾച്ചർ കോഴ്സിലേക്കും അഡ്മിഷൻ നേടാനുള്ള എലിജിബിലിറ്റി നേടിയെടുക്കാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. നീറ്റിൻ്റെ മെഡിക്കൽ സെക്ടറിലെയും എഞ്ചിനീയറിംഗ് സെക്ടറിലെയും പുതിയ അപ്ഡേഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ എൻട്രൻസ് മേഖലയിലുള്ള പുതിയ അപ്ഡേഷൻസ് വിദ്യാർത്ഥികളിലേക്കും രക്ഷിതാക്കളിലേക്കും കൃത്യമായി എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഈ എക്സാമിനേഷന് വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങാനും ക്രാഷ് കോഴ്സിലൂടെയോ ലോങ് ടൈം കോച്ചിങ്ങിലൂടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ട്രെയിനിങ്ങിലൂടെ ഏറ്റവും മികച്ച ഒരു റാങ്കിലേക്ക് എത്തുവാൻ, നന്നായി പഠിച്ച് ഏറ്റവും നല്ല വിജയത്തിലേക്ക് എത്തുവാനുള്ള ഒരു കോഴ്സുകളിലേക്കും അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറുകളിലേക്കും ഒക്കെ ആൽഫ അക്കാഡമിയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം, നേരിട്ട് വരാം. നിങ്ങളെ സഹായിക്കുവാൻ, നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ബെസ്റ്റ് വിഷസ്.